ഇതിന് ആരും നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാവണല്ലോ. ഒരു കിരീടം പടം കണ്ടോടെ എഫക്റ്റ് ഉണ്ട്. രണ്ട് ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ ലീഡ് ചെയ്യുന്നത് ക്ലൈമാക്സിൽ അനുഭവിക്കുന്ന ഒരാളുടെ പെയിൻ ഷെയിൻ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല. അടിപൊളിയാണ്, അടിപൊളി ആക്ടിങ് ആണ്. പടം നല്ല പടമാണ്, ലൈക്ക് മണിക്ക് കാണാം, ഫാമിലി ആയിട്ടൊക്കെ കാണാം. ആക്ഷൻ പടമാണോ? ആക്ഷൻ ഡ്രാമ എന്ന് പറയും, ഡ്രാമ ത്രില്ലർ. പടം അടിപൊളി, ഷെയിൻ്റെ അടിപൊളി പെർഫോമൻസ്. ഞാൻ ആദ്യം വിചാരിച്ചത് അയ്യപ്പൻ കോശി പോയി പോലെയാണെന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ചുകൂടി ഇമോഷണലി ഡീപ്പ് കണക്ഷൻ ആയിട്ട് ഒരു ഫാമിലി ഒരു ഇഷ്യൂ ചെയ്ത ശേഷം രണ്ട് ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ ലീഡ് ചെയ്യുന്നത് ക്ലൈമാക്സിൽ അനുഭവിക്കുന്ന ഒരാളുടെ പെയിൻ ഷെയിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായി വർക്കൗട്ടായി. ഇതിന് ആരും നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാവണല്ലോ. ഒരു കിരീടം പടം കണ്ടോടെ എഫക്റ്റ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു മൂവി. ഇതിന് എന്തിനാണ് നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാവണില്ല. ഇത് എനിക്കൊന്ന് ചെയ്യുന്നതിന് വ്യക്തിയോടുള്ള എന്ത് വ്യക്തിപരമാണെന്ന് തോന്നുന്നു. നല്ലൊരു മൂവി, എല്ലാം ഉണ്ട്, വയലൻസ്, എല്ലാ സെൻറ്റിമെൻറ്റ്സ് വളരെ ഹാർട്ട് ടച്ചിങ് എല്ലാം ഉണ്ട്. ലാഗ് സംഭവമില്ല. എന്തിനാണ് നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോകണം. ക്ലൈമാക്സ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. എല്ലാം കൊണ്ട് ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. റിവെഞ്ച് ഉണ്ട്, മറ്റേ ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്.